പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം അത്രയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ ഈ കാലഘട്ടം അത്രയും ഏകദേശം 1 വർഷം 1.5 വർഷത്തോളം 2 വർഷത്തും ആകാൻ പോവുകയാണ്. ഈ കാലഘട്ടം അത്രയും കർത്താവായ ഈശോയുടെ തിരുവചനം ലോകത്തിന് കൊടുക്കാൻ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. ലോകം എന്നാണ് അവസാനിക്കുന്നത് ലോകത്തിന് പലർക്കും അറിയത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരും ലോക അവസാനം എന്ന പരമസത്യം അതിൻ്റെ കണക്കിലൂടെ ഡേറ്റിലൂടെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കർത്താവിന് വെളിപ്പെടുത്തലാണ്. ആ രീതിയിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് എൻ്റെ ദൈവത്തിനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. കേട്ട പലരും ധാരാളം നന്ദി അറിയിക്കുമുണ്ടായി. കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയുമുണ്ടായി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒരു തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. കുറച്ച് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു സഹോദരൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ ഈ പ്രദേശം മുഴുവനും 2018 കാലഘട്ടങ്ങളിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ഒരു നില വീടിൻ്റെ അത്രയും ഉയരത്തിൽ വെള്ളം വന്ന് കയറിയ സ്ഥലങ്ങളാണ്. അപ്പോൾ എങ്ങോട്ട് നിങ്ങളൊക്കെ പോയി ചോദിച്ചു. ഇവിടുന്ന് 25 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലങ്ങളിൽ ഉള്ള ക്യാമ്പുകളിൽ പോയി ഞങ്ങൾ താമസിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു നില വീടിൻ്റെ അത്രയും ഭാഗം ചെളി പിടിക്കുകയും കാറുകൾ കേടായി പോവുക, മറ്റ് ഉപകരണങ്ങൾ കേടായി പോവുക ഒക്കെ ചെയ്തു. പിന്നെ 2 നിലയുള്ള രണ്ടാമത്തെ നിലയിലൊക്കെ കയറുന്നു. അവിടുന്ന് പലരെയും വന്ന് പല രീതിയിലും ആളുകൾ വള്ളത്തിലും ഹെലികോപ്റ്ററൊക്കെ വന്ന് രക്ഷിക്കുകയായിരുന്നു. ഇതൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. അവരുടെ പങ്കുവച്ചപ്പോൾ അവർ വളരെ ഭയത്തോടുകൂടി തന്നെ പറയുകയാണ്, ഇനി മുല്ലപ്പെരിയാർ പൊട്ടിയാലും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ 2 നില വീട് പോലും തികയില്ല. 2 നില വീടിനേക്കാൾ ഉയരത്തിലേക്ക് വെള്ളം വരുമെന്നാണ് അറിയിപ്പുകൾ. ഞങ്ങളുടെ കണക്കൂട്ടിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭയന്നാണ് കഴിയുന്നത് എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: പ്രിയപ്പെട്ടവരെ, നമ്മുടെ കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ചും അവരുടെ പ്രബോധനമനുസരിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിലെ യേശു ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ചും സത്യത്തിൽ എന്താണ്? മനുഷ്യന് മരണമില്ലെന്നും മരണമില്ലാത്ത രീതിയിൽ മരണത്തെ യേശുനാഥൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് മരണമില്ലായ്മ കാണിച്ചു തന്നിട്ടുണ്ടെന്നും എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ടെന്നും ഒക്കെ കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം മനുഷ്യൻ മരിക്കാതിരിക്കുന്നതിന് വേണ്ടി യേശുവിൻ്റെ തിരിച്ചുവരവിൻ്റെ തിരുത്തമായ പരിശുദ്ധ കുർബാനയിലൂടെ നിത്യജീവൻ്റെ അപ്പം നമ്മൾ കഴിക്കാറുമുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും ആ രീതിയിൽ നിത്യജീവൻ്റെ അപ്പം കഴിച്ചിട്ടൊന്നും മനുഷ്യനിൽ നിന്ന് മരണം മാറ്റപ്പെടുന്നില്ല. മരണം മനുഷ്യനെ പിന്തുടരുകയും മരണത്തിൻ്റെ പിടിയിൽ അമർന്നു പോവുകയും മനുഷ്യൻ മരിച്ചു പോവുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ സിമിത്തേരികളൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സിമിത്തേരിയുടെ ആവശ്യം വരുന്നില്ലല്ലോ. എന്നാൽ ഇനി ഒരു അത്ഭുതം ഞാൻ പറയാൻ പോകുന്നത്, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയപ്പെട്ട ഇന്നു വരെ ഒരു മനുഷ്യനും പ്രഘോഷിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇന്നു വരെ ഒരു മനുഷ്യനും അതിൻ്റെ വ്യാഖ്യാനം കണ്ടെത്താൻ പറ്റാത്ത, കേരള സഭയ്ക്കെന്നല്ല ഒരു സഭാവിഭാഗത്തിനും ഒരു വ്യക്തിക്കും ഇതുവരെ കണ്ടെത്താൻ പറ്റാത്ത മരണമില്ലാതെ ജീവിക്കാനുള്ള ഒരു സംവിധാനം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കുമ്പോഴേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെ 500 വർഷം മുമ്പ് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ 500 വർഷം മുമ്പ് ഉള്ള മരിക്കാതിരുന്ന മനുഷ്യൻ 500 വയസ്സുള്ള മനുഷ്യൻ ഇപ്പോൾ കാണുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതവിടെ നിൽക്കട്ടെ. അതിനേക്കാളേറെ ഈ കാലഘട്ടം 2025 ഈ വചനം ശ്രമിക്കുന്ന കാലഘട്ടം മുതൽ 2033 അല്ലെങ്കിൽ 2034 ഫെബ്രുവരി 15 വരെ ആ കാലഘട്ടം അത്രയും ഈ 8 വർഷക്കാലവും അതിൻ്റെ 1.5 മാസവും വരെ ഇനിയുള്ള മനുഷ്യൻ മരിക്കാതെ ജീവനോടെ ഇരിക്കുകയും അങ്ങനെ ജീവനോടെ ഇരുന്ന് യേശുവിൻ്റെ വരവിൽ അവരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക. അതാണ് തെസ്സലോനിക്കർ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ സംവഹിക്കപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 8 വർഷം കൂടെ ജീവിച്ചിരുന്നാൽ മരിക്കാതെ യേശുവിൻ്റെ കൂടെ വാനമേഘങ്ങളിൽ നമുക്ക് എടുക്കപ്പെടാൻ സാധിക്കും എന്ന് തെളിയിക്കുന്ന അതിൻ്റെ വചനങ്ങൾ എളിദാസിൻ്റെ കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ അത് യൂട്യൂബിൽ ഞാൻ ഇടുകയില്ല. കാരണം ധ്യാനത്തിൽ കൂടെ മാത്രമേ ഇത്തരം ആത്മീയ രഹസ്യങ്ങൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അതിന് അത്ര മൂല്യവും വിലയുമുണ്ട്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ആ തൃശ്ശൂരുകാർ പറഞ്ഞൊരു സംഭവത്തെ ഞാൻ വീണ്ടും ആലോചിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടം അത്രയും അവരനുഭവിച്ച വേദനകൾ പങ്കുവച്ചപ്പോൾ എത്ര ദിവസങ്ങൾ, 10 ദിവസം 12 ദിവസം 14 ദിവസമൊക്കെ അവർ ക്യാമ്പുകളിൽ കഴിഞ്ഞു. ആ ക്യാമ്പുകളിലെ വേദനകളൊക്കെ നമ്മൾ യൂട്യൂബിലൂടെ കണ്ടതാണ്. അവർക്ക് ഒരുമിച്ച് കിടക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ സൗകര്യമില്ല, ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല, ഒരു ഡ്രസ്സ് കൊണ്ട് ഓടി രക്ഷപ്പെട്ടവരാണ്, ഒരു ചെരുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മലമൂത്ര വിസർജനത്തിന് ടോയ്ലറ്റ് സംവിധാനങ്ങൾക്ക് വളരെ കുറവായിരുന്നു. 1000, 2000, 4000 ആൾക്കാർ താമസിക്കുന്ന ചെറിയ ചെറിയ സ്കൂളുകളും മറ്റു കാര്യങ്ങൾ. അവിടുത്തെ വേദനയും യാതനയും കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും പ്രിയപ്പെട്ടവരെ
ലോകം കണ്ടതാണ്, ആ തൃശ്ശൂരുകാർ ഈ പ്രദേശത്തുള്ളവർ കണ്ടതാണ്, അനുഭവിച്ചതാണ്, അത് കണ്ടറിഞ്ഞതാണ്, അത് ഇനിയും പ്രതീക്ഷിച്ച് കഴിയുന്നവരുമാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് വീണ്ടും ഒരു മുല്ലപ്പെരിയാറിൻ്റെ പൊട്ടലോ അല്ലെങ്കിൽ വലിയൊരു വെള്ളപ്പൊക്കമോ വന്നാൽ വീണ്ടും ഇതേ സംഭവം ആവർത്തിക്കുമെന്ന് അവിടുത്തെ ജനത്തിന് ബോധ്യമുള്ളതാണ്. അവിടുത്തെ കത്തോലിക്ക സഭയിലെ വൈദികർക്ക് ബോധ്യമുള്ളതാണ്. അവിടുത്തെ ക്രിസ്ത്യാനികൾ കണ്ടറിഞ്ഞതാണ്. ആ സ്ഥലത്തിന് തൊട്ടുപുറകിൽ കൂടെ വലിയ ഒരു നദിയാണ് കടന്നു പോകുന്നത്, ഒരു ചാലക്കുടി പുഴ എന്ന് പറയും. ആ ചാലക്കുടി പുഴയുടെ വക്കിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ ഈ പുഴ നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറി വരുന്ന അവർക്കറിയാം. എന്നിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനകയും ചെയ്യുന്ന കത്തോലിക്ക സഭയും അതിലെ ഇടവകളും ആ ഇടവകിലെ വൈദികർക്കും മനസ്സിലാകാതെ പോകുന്നൊരു സത്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പറഞ്ഞത്. അതായത് നമുക്കറിയാം, വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നത് ഒന്നുകൂടി ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശദീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു സത്യം പറഞ്ഞാൽ കർത്താവ് കുറേയേറെ ആളുകളെ മുദ്ര ചെയ്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്. ചില ആളുകളെ കർത്താവ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്, എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും ഒരു ക്രിസ്തുവിൻ്റെ രക്തത്തിനോ ഒരു ക്രിസ്തുവിൻ്റെ വചനത്തിനോ ഒരു വചനപ്രഘോഷകനോ ഒരു സഭയ്ക്കോ ഒരു കൂദാശയ്ക്കോ ഒരു വിധത്തിലും രക്ഷിക്കാൻ പറ്റുകയില്ലാത്ത വിധം മുദ്രിതമായി എന്നേക്കുമായി ഒഴിവാക്കപ്പെട്ട കുറേ മനുഷ്യരുണ്ട്. അത് കുറേ സഭകളും അപ്രകാരമുണ്ട്. അത് പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? കർത്താവ് പറയേണ്ട സമയം അടുത്തിരിക്കുന്നു ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം പറഞ്ഞിരിക്കുകയാണ്, അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ. എന്താണ് ഈ അനീതി പ്രിയപ്പെട്ടവരെ? നീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ എതിർലിംഗമാണ്, അതിലെ എതിർവശമാണ് അനീതി, നമുക്കറിയാം. അപ്പോൾ ഈ അനീതി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അത് അറിയണമെങ്കിൽ നമ്മൾ വെറും ഒരു വാർത്ത എടുത്ത് അല്പ സമയം നോക്കിയാൽ നമുക്ക് അതിനകത്തെ നീതി കാണാം. എന്നാൽ സാമൂഹിക നീതിയല്ല ദൈവം അർത്ഥമാക്കുന്നത്. യേശുക്രിസ്തു അർത്ഥമാക്കുന്നത് സമൂഹത്തിലെ, രാജ്യങ്ങളിലെ, ലോകത്തിലെ നീതിയല്ല. 1 സഭയിലെ നീതി, 2 കുടുംബത്തിലെ നീതി, 3 വ്യക്തിഗതമായ എൻ്റെ നീതി. ഈ 2 നീതിയാണ്, ഈ 3 നീതിയാണ് സർവശക്തനായ ദൈവം അർത്ഥമാക്കുന്നത്. ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള നീതി പറയുമ്പോൾ ഞാൻ എൻ്റെ മക്കളോട് നീതി, എൻ്റെ ഭാര്യയോട് നീതി, എൻ്റെ അയൽപക്കത്തോട് നീതി, എൻ്റെ സഭയോട് നീതി, എൻ്റെ രാജ്യത്തോട് നീതി, എൻ്റെ സമൂഹത്തോട് നീതി. ആ നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ. അത് എൻ്റെ ആത്മാവ്, മനസ്സ്, ശരീരം, ഞാൻ എന്ന വ്യക്തിത്വം വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ആ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എമ്പുരാൻ എന്നുള്ള സിനിമയും ലൂസിഫർ എന്നുള്ള സിനിമയും കണ്ട ലോകവും സമൂഹമാണിത്. മുല്ലപ്പെരിയാർ പൊട്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലൊരു വെള്ളപ്പൊക്കമുണ്ടായാൽ, ഒരു നില വീടിൻ്റെ മുകളിൽ, 2 നില മുകളിൻ്റെ വീടിൻ്റെ മുകളിലും വെള്ളം കയറി വന്നാൽ ഈ ഇത്രമാത്രം കഷ്ടതയും വേദനയും ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ അനുഭവിച്ച ആ പ്രദേശത്തുള്ളവർ മുഴുവനും പോയി സിനിമ കണ്ടിരുന്നു എന്ന് എന്നോട് പറയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ സിനിമ കണ്ടപ്പോൾ ആ സിനിമയുടെ ആത്മാവാണ് അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഉള്ളത്. ആ ആത്മാവിനെ ഒരു കുമ്പസാരത്തിൽ കൂടെ ബഹിഷ്കരിക്കാൻ സാധിക്കുമോ? എല്ലാവരും പറഞ്ഞ സിനിമയല്ലേ, പിന്നെന്ത് പ്രശ്നം എന്നാണ് ചിന്തിക്കുക. അപ്പോൾ ഇതിനകത്തൂടെ കടന്നു വന്ന ദുരാത്മാക്കളെ ബന്ധിക്കുവാനോ ബഹിഷ്കരിക്കാനോ കഴിയുന്നില്ല എങ്കിൽ, ഇനി ഒരു മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഈ ദുരാത്മാക്കളോട് കൂടിയാണ് ആ സമൂഹം അത്രയും, ആ ജില്ലയിലെ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇതിലേക്ക് ആ വെള്ളം കയറുമോ അവിടെയൊക്കെ ഉള്ള ജനങ്ങൾ ഈ എമ്പുരാനും ഈ ലൂസിഫറും കണ്ടിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവർക്കൊരു വിശുദ്ധ കുർബാനയുടെ ഗുണം അവർക്ക് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ശരിയായൊരു കുംഭസാരത്തിന് ഒരുങ്ങി അവരത് വീണ്ടും ചെയ്യുന്നില്ല എങ്കിൽ ആ ദുരാത്മാവോട് കൂടി അവർ ആ പുഴയിൽ വീണ് ചെളിയായി മാറും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇനി ഇങ്ങനെ കണ്ടിട്ടിരിക്കുന്നവർ, ഇത്തരം ദുരാത്മാക്കളുള്ളവർ ദൈവനീതിയെ ഓർത്ത് ഇത്തരം അനീതിയുടെ പുറകെ പോകാതെ
തിന്മയുടെ പുറകെ പോകാതെ, ആത്മാവിനെ അശുദ്ധമാക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് പുറകെ പോകാതെ, ഇത്തരം മോശമായ ചില സംഭാഷണങ്ങളും പടങ്ങളും ചിത്രങ്ങളും ഒക്കെയുള്ള സംഭവങ്ങളുടെ പുറകെ പോകാതെ ദൈവനീതിയെ ഓർത്ത്, എൻ്റെ മരണത്തെ ഓർത്ത്, എൻ്റെ നിത്യജീവനെ ഓർത്ത്, എൻ്റെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് രക്തം ചിന്തി എന്നെ വീണ്ടെടുത്തതാണ് മരണത്തിൽ നിന്ന് ചിന്തയുള്ള ഒരു മനുഷ്യനും, പ്രത്യേകിച്ചും ഇത്തരം വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും അനുഭവിച്ച അതേ ജനസമൂഹം, ഞാൻ ആ ധ്യാനത്തിന് പോയ സ്ഥലങ്ങളിലുള്ള അതേ സമൂഹം പറയുകയാണ്, ഞങ്ങൾ ഈ സിനിമകളൊക്കെ കണ്ടു. അപ്പോൾ ഇവരുടെ ഹൃദയത്തിൽ ഏത് നീതിയാണുള്ളതെന്ന് ഞാൻ ഓർത്തുപോയി പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഇടുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ അവർക്ക് എന്ത് നീതി ലഭിക്കും? എന്ത് വിശുദ്ധിയാണ് അവരുടെ ഹൃദയത്തിലുള്ളത്? ഏത് വിശുദ്ധിയാണ് അവർ കാണുന്നത്? ഏത് ക്രിസ്തുവിൻ്റെ വചനമാണ് അവരുടെ ആത്മാവിൽ തൊട്ടിട്ടുള്ളത്? ഏത് ബോധമാണ് അവർക്കുള്ളത്? എന്ത് ബോധമാണ് അവർക്കുള്ളതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇത്രമാത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുകയും കാണുകയും ധ്യാനം കൂടുകയും പരിശുദ്ധ കുർബാന എന്ന ഈ അപ്പം എന്നും പോയി തിന്നുകയും ചെയ്യുന്ന ഈ കത്തോലിക്ക ക്രിസ്ത്യാനികൾക്ക് എന്തു സുബോധമുണ്ടെന്ന് ചിന്തിച്ചു പോയി ഞാൻ. അതുകൊണ്ട് കർത്താവ് പറയാണ്, അങ്ങനെയുള്ളവരെ കർത്താവ് പറയാണ്, അനീതി ചെയ്തരുത്, ഇനി അനീതി ചെയ്തു കൊള്ളട്ടെ. ഈ യേശുവിൻ്റെ കർത്താവ് പറയാണ്, ഇത്തരം സിനിമ കാണുമ്പോൾ നമുക്കറിയാം പൈസ കൊടുക്കണമല്ലോ ടിക്കറ്റ് എടുക്കണമെങ്കിൽ. ആ ടിക്കറ്റിൻ്റെ വിലയ്ക്ക് നീ കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് വെക്കേണ്ട സമയം ഇത് കർത്താവ് വന്നിരിക്കണം. എന്താ വന്നിരിക്കുന്നത്? ഇനിയും ഈ വചനങ്ങൾ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ഇതാ ചൈനയുടെ തോക്ക് നമ്മുടെ നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു, പാകിസ്ഥാൻ്റെ തോക്ക് നമ്മുടെ നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു. ഒരു പക്ഷേ അതിവിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ആരുടെയൊക്കെ തോക്കുകൾ നമ്മുടെ നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് നാം ജീവിച്ചെന്ന് കാണിക്കണം. പ്രിയപ്പെട്ടവരെ, ബോധപൂർവം പോയി തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ട ഒരു വ്യക്തിക്കും ഇനി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നീതീകരണം ലഭിക്കുമെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ അത്രമാത്രം ഇതേപ്പറ്റി ബോധ്യമുള്ള വ്യക്തി അതിന് തത്തുല്യമായ ഒരു കുംഭസാരത്തെ അഭിമുഖീകരിച്ച് അതിന് ഒരു പക്ഷേ വിടുതൽ കിട്ടിയാൽ കിട്ടിയെന്ന് കണക്കൂട്ടാം. കാരണം ഇത് ബോധപൂർവം ചെയ്തതാണ്. ഇതിനെപ്പറ്റി സഭ പഠിപ്പിച്ചില്ല. നമ്മുടെ മെത്രാന്മാർക്കും അച്ഛന്മാർക്കും എന്താ തൊഴിൽ? വല്ലതും ബോധമുണ്ടോ അവർക്ക്? അതുകൊണ്ട് അവരൊന്നും പഠിപ്പിക്കാറേയില്ല. പിന്നെ ജനത്തിന് ബോധമുണ്ടോ? അതുമില്ല. ഇനി ആരെങ്കിലും ബോധമുള്ള ഇതുപോലെ ഒരാൾ പറഞ്ഞു കൊടുത്താലോ, എന്തോ ഒരുത്തൻ പോട്ടെ. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങളെ സീൽ ചെയ്ത് മുദ്ര ചെയ്ത് കർത്താവ് വീക്ഷിക്കണം. ഇനി അങ്ങനെ ചെയ്യുന്നവൻ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ, അങ്ങനെ ഇരുന്നു കൊള്ളട്ടെ, അവനെ രക്ഷിക്കാൻ നിൽക്കണ്ട. അത് കഴിഞ്ഞ് പിന്നെ കർത്താവ് എന്താ പറയുന്നത്? അനീതി ചെയ്തു, അതിലൂടെ ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. എന്താണ് ഈ പാപം? പാപത്തിന് ഞാൻ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലാസ് അനുസരിച്ചുള്ളവർക്കറിയാം. പാപം ഒന്ന്, പാപത്തിൻ്റെ പ്രവൃത്തി രൂപമായ തിന്മയൊന്ന്. അപ്പോൾ പാപം എന്ന അടിസ്ഥാനം ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ എന്ന് നമുക്കെല്ലാം അറിയാം. പാപമില്ലാത്ത ആരുമില്ലല്ലോ. മനസ്സും ആത്മാവും കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണുകയും മോഹിക്കുകയും ആഗ്രഹിക്കുകയും നിഗൂഢമായി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതിനെ പാപം തിന്മയെന്ന് പറയുന്നു, പാപം എന്ന് പറയുന്നു. എന്നാൽ അത് ആഗ്രഹിച്ചത് നേടുവാൻ വേണ്ടി അതിന് പിന്നാലെ ഓടുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്? അതിന് പറയുന്ന പേരാണ് സംബന്ധിച്ച് പാപക്കറ, തിന്മയുടെ കറ ഏൽക്കുക. തിന്മയുടെ കറയല്ല, തിന്മയുടെ പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന പൈശാചിത്യങ്ങളുടെ ആത്മാക്കൾ വസിക്കുന്ന ഹൃദയമുള്ള വ്യക്തികളായിട്ട് മാറി. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എന്താണ്? പാപക്കറ പുരണ്ടവൻ ഇനി അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് കർത്താവ് എന്താണ് പറയുന്നത്? ഈ പാപക്കറ എന്ന് പറയുമ്പോൾ എന്താണ്? പാപത്തിൻ്റെ കറയുണ്ട്, അത് രക്തത്തിൻ്റെ കറ, രക്തക്കറ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കാം, 2 മക്കൾക്ക് ജന്മം കൊടുത്തിട്ട് 2 നിലവാർക്ക് വീടും ഇന്നോവ കാറും 10 ഏക്കറും 15 ഏക്കറും സ്ഥലമുള്ള എത്രയോ കുടുംബങ്ങൾ, സമ്പത്ത്, ബാങ്കിൽ ഡെപ്പോസിറ്റുള്ള അനേകം ഭവനങ്ങളിൽ 2 മക്കൾ. ബാക്കി 2 മക്കൾ എവിടെ? കർത്താവ് ചോദിക്കും. പഴയ കാലങ്ങളിൽ കറണ്ടില്ല, വാർക്ക വീടില്ല, പെട്രോളില്ല, വാഹനമില്ല, ഇത്രയും സമ്പത്തോ പണമോ വിദ്യാഭ്യാസമില്ല. ആ കാലഘട്ടങ്ങളിൽ എന്താണ് സംഭവിച്ചത്? ഈ ജനങ്ങൾക്ക്, ഞാൻ തന്നെ 5ാമത്തെ മകനാണ്. എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ 6 മക്കളുണ്ടായിരുന്നു. 8 മക്കളും 10 മക്കളും 12 മക്കളും 13 മക്കളുള്ള ഭവനങ്ങളെ എനിക്കറിയാം. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ ബാക്കി മക്കളെവിടെ? സമ്പത്തും പണവും ധനമുണ്ടായിട്ടും, ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിട്ടും 2 മക്കൾക്ക് പോലും ജന്മം കൊടുത്തിട്ട് ഗർഭപാത്രം മുറിച്ചു കിട്ടി കുഞ്ഞുങ്ങളെ നിയന്ത്രിച്ചെങ്കിൽ നിന്റെ കൈകൾ രക്തപങ്കിലമാണ്. ബാക്കിയുള്ള സമ്പത്തിൻ്റെ പണം നിനക്ക് ഉപയോഗിക്കാനുള്ളതല്ല, അത് അനാഥർക്കും ദരിദ്രർക്കും കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറയുമ്പോൾ കോടാനുകോടി രൂപയുടെ സമ്പത്തും കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കത്തോലിക്ക സഭയും അതിന് ചേർന്ന കുറേ ക്രിസ്ത്യാനികളും
അനുഭവിക്കാൻ പോകുന്നത് മുല്ലപ്പെരിയാറല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് ചൈനയുടെയും പാകിസ്ഥാന്റെയും ആണവ മിസൈലുകളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇനി ഇങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. ഒരു നീതിബോധമില്ലാത്ത വ്യക്തികളും ഒരു നീതിബോധവുമില്ലാത്ത സഭയും ഒരുവിധ നീതിയും പ്രവർത്തിക്കാൻ കഴിയാത്ത കുടുംബ ബന്ധങ്ങളുമായിട്ട് പോകുന്നവർ. എത്രയോ പണമാണ് മൊബൈലിന് ഉപയോഗിക്കുന്ന പണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാസ്സിൽ തന്നെ മറ്റു പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഒരു മൊബൈലിന് ഉപയോഗിക്കുന്ന 250 രൂപ അല്ലെങ്കിൽ 300 രൂപ, ഒരു വർഷം ഉപയോഗിക്കുന്ന വിസ, 10 വർഷം ഉപയോഗിച്ച വിസ, 50 ലക്ഷം ക്രിസ്ത്യാനികൾ ഒരു മാസം 300 രൂപ വെച്ച് മൊബൈൽ ഫോണിലേക്ക് ഇട്ടാൽ 50 ലക്ഷം ഇൻറ്റു 300 സമം എത്ര കിട്ടുമെന്ന് കൂട്ടിക്ക് നോക്കിയോ പ്രിയപ്പെട്ടവരെ. അതുപോലെ പത്രത്തിന് കൊടുക്കുന്നത്, സിനിമയ്ക്ക് കൊടുക്കുന്നത്, സീരിയൽ കൊടുക്കുന്നത്, മൊബൈൽ ഫോണിൽ ഇടാൻ ഉപയോഗിക്കുന്നത്, മൊബൈൽ ഫോണിൽ ഇട്ടിട്ട് മറ്റു പരിപാടികൾ കാണാൻ വേണ്ടി അതിൻ്റെ ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത പരിപാടികൾ കാണുന്നവർ. അപ്പോൾ ഒരു വ്യക്തികൾ ഈ ആശയമാദേവതയ്ക്കും ബാൽദേവനും നീതിക്കല്ല അനീതിക്ക് കൊടുക്കുന്ന കോടാനുകോടി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഈ കത്തോലിക്ക സഭയ്ക്ക് നീതി ലഭിക്കുമോ? ഈ ക്രിസ്ത്യാനികൾക്ക് നീതി ലഭിക്കുമോ? ഞാൻ കൊടുത്താൽ എനിക്ക് നീതി ലഭിക്കുമോ? നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് നീതി ലഭിക്കുമോ? അതുകൊണ്ട് കർത്താവാണ്, അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. അനീതി ചെയ്യുന്ന സഭ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. അനീതി ചെയ്യുന്ന വ്യക്തികൾ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. പാപത്തിൻ്റെ കറപുരുണ്ടവൻ ഇന്നും ലിവിങ് ടൂതറും വിവാഹമോചനം നേടുന്ന കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനി കുടുംബങ്ങൾ, ഇന്നും നീതിബോധം പ്രവർത്തിക്കാൻ കാര്യത്തിലെ വൈദികര്, സത്യസന്ധമായി പ്രവർത്തിക്കാൻ പറ്റാത്ത മെത്രാന്മാർ, പ്രിയപ്പെട്ടവരെ, ഇനി എവിടെയാണ് കർത്താവ് നീതി കൊണ്ടുവരേണ്ടത്? ആർക്കു വേണ്ടി ഏത് നീതി കൊണ്ടുവരണം? ഇനി അനീതിയുടെ കാലഘട്ടമാണ്. അനീതി കൊണ്ടുവരുന്ന കർത്താവ് ചൂണ്ടി വെച്ചിരിക്കുന്ന തോക്കിൻ്റെ കുഴലിന് മുമ്പിലാണ് നമ്മളുള്ളത്. ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ഇതാ ചൈനയുടെയും പാകിസ്ഥാൻ അതിർത്തിയിലുള്ളവർ ബങ്കറുകൾ, അവർക്ക് നിലവിലുണ്ടായിരുന്ന ബങ്കറുകൾ അത് ഒന്ന് വൃത്തിയാക്കി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് ബങ്കർ? ഭൂമിക്കടിയിലേക്ക് ഇച്ച കുഴിയെടുത്തിട്ട് ആ കുഴിക്കത്തൊരു തുരങ്കം പോലെ ഉണ്ടാക്കി അതിനകത്ത് കയറിയിരിക്കുക. അതാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തിരുന്ന മലമൂത്രവിസർജനം ചെയ്യാൻ സമയമുണ്ടോ? കിടക്കാൻ സ്ഥലമുണ്ടോ? അവിടെ യുദ്ധം തുടർന്നാൽ എത്ര ദിവസം അവിടെ കിടക്കും? അതിനകത്തിരുന്ന് നമ്മൾ പെരിഞ്ചാടിയിരുന്ന് കഷ്ടപ്പെടുന്നത് പോലെ നമ്മൾ ഒരു എലിയായി മാറുന്ന അവസ്ഥയാണ് ഇത് വരാം. അതുകൊണ്ടാണ് കർത്താവ് ഇനി അങ്ങനെ ചെയ്തുകൊള്ളട്ടെ. ഈ അനീതിക്കറ, ഈ അശുദ്ധി, ഈ മ്ലേച്ഛതയുടെ പുറകെ പിന്നാലെ പോകുന്ന സഭയും ക്രിസ്ത്യാനിയും അങ്ങനെ ഇരുന്നുകൊള്ളട്ടെ. കർത്താവ് മുദ്ര ചെയ്യാണ്. അങ്ങനെയുള്ളവർ രക്ഷിക്കാൻ ആവില്ല എന്ന് കർത്താവ് പറയണം. അവരങ്ങനെ തന്നെ അവിടെ ഇരുന്നോളട്ടെ എന്ന് കർത്താവ്. വളരെ വേദനയോടെ ചിന്തിക്കും. ബുദ്ധിയും ജ്ഞാനമുള്ള ആരെങ്കിലും കൊണ്ട് ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ. നമുക്ക് മരണം കർത്താവ് തന്നിട്ടില്ല. ക്രിസ്തു മരണത്തെ എടുത്തു മാറ്റിയെങ്കിൽ വിശുദ്ധി കൊണ്ടൊന്ന് ജീവിക്കുന്നത്. നമുക്കറിയാം, ഗോവയിലിരിക്കുന്ന ആ വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ ആ ശരീരം ഇന്നും അഴുകിയിട്ടില്ല എന്ന് ലോകം കണ്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അഴുകാത്തത്? ആ മനുഷ്യൻ മരിച്ചിട്ടില്ല എന്നുള്ള തെളിവാണത്. മനുഷ്യന് ഭൂമിയിൽ കണ്ണുകൊണ്ട് കാണാൻ ഒരു വ്യക്തി മരിച്ചിട്ട് അഴുകാത്ത ശരീരമായിട്ടിരിക്കുന്നവർ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം പ്രിയപ്പെട്ടവരെ. അദ്ദേഹം ആ ആത്മാവ് കൊണ്ട് കടന്നുപോയെങ്കിൽ, സ്വർഗത്തിലേക്ക് കടന്നുപോയെങ്കിൽ, ഇതേ ആത്മാവ് തിരിച്ചു വന്ന ശരീരത്തിൽ കയറുമ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കും. പരമയാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഇത്തരം മരിച്ചുപോയി നമ്മൾ പറയുന്ന വ്യക്തികളുടെ ശരീരം അഴുകാതിരിക്കുക നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് മരണത്തിനായിട്ടില്ല. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം ഇനി മരിച്ചവരെ ഉയർപ്പിച്ചു കഴിയുമ്പോൾ രണ്ടാമതും തീപ്പൊയ്കയിലേക്ക് അഥവാ നിത്യപാതാളേക്ക് തള്ളിയിടുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വെളിപാട് പുസ്തകത്തിൽ ഇതാണ് രണ്ടാമത്തെ മരണം. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പുതിയ ആകാശവും പുതിയ വെളിപാട് പുസ്തകം 21-ാം അധ്യായം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവിടെ ഓഹരി തീയും കന്നുമെരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ഈ രണ്ടാമത്തെ മരണത്തിന് യോഗ്യമായ ഒന്നാമത്തെ മരണം സ്വീകരിച്ച് ഈ ലോകത്ത് കടന്നു വന്നവരെയാണ് കർത്താവ് പറഞ്ഞത് ഇതാണ് കാപട്യക്കാർ. അതിനകത്ത് പറഞ്ഞിട്ട് ഏത് രീതിയിലുള്ളവരാൾക്കാണ് രണ്ടാമത്തെ മരണം കൊടുക്കുക? അതാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ മരണം. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിന് 8-ാം തിരുവചനമെടുത്ത് വായിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ഈ എളിയദാസനിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ കേൾക്കാത്ത തിരുവചനത്തിൻ്റെ നിഗൂഢ സത്യങ്ങളെ സർവശക്തനായ ദൈവം നിങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്കൊരു അമർത്യത തരാൻ കഴിവുള്ള കർത്താവാണ് യേശു ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഗ്രാഹ്യത, അതിൻ്റെ ജ്ഞാനവരം നമുക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് നമ്മൾ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം, ഈ 25 മുതൽ 33 വരെ, അത് 34 ഫെബ്രുവരി 15-ാം തീയതി വരെ 8 വർഷക്കാലം, അല്ലെങ്കിൽ 8 വർഷക്കാലം പൂർണ്ണമായിട്ടില്ല, 4 മാസം, ഏപ്രിൽ മാസം എത്തി, അടുത്ത മാസം വരുമ്പോൾ 5-ാം മാസം, അപ്പോൾ 4 മാസം കടന്നുപോയി.
പ്രിയപ്പെട്ടവരെ, അത് ചുരുങ്ങിയ കാലം 8 വർഷം പൂർണ്ണമായിട്ട് വരില്ല എങ്കിൽ 8 വർഷം കൂട്ടിയാൽ 8 വർഷക്കാലം മരിക്കാതെ ജീവിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് അനുവദിക്കുന്നുണ്ട്, അത് തന്നിട്ടുണ്ട്. പക്ഷേ മരണതുല്യമായ ആത്മാവിൻ്റെ മരണവും ശരീരത്തിൻ്റെ മരണവും സംഭവിക്കുന്ന ലിവിങ് ടു പോലെയുള്ളത്, മ്ലേച്ഛ സംഭാഷണങ്ങൾ, മ്ലേച്ഛ സിനിമകൾ, ഇന്ന് ഇങ്ങനെയുള്ള ദുരാത്മാക്കളുടെ സിനിമകൾ എല്ലാം കണ്ട് മനുഷ്യൻ മരണത്തെ ഏറ്റെടുക്കുകയാണ്. മരണമേ ഇങ്ങോട്ട് പോരെ, മരണമേ ഇങ്ങോട്ട് പോരെ, മരണത്തിന് ദുരാത്മാക്കൾ ഇങ്ങോട്ട് പോരെ, മരണത്തിന് ദുരാത്മാക്കൾ ഇവിടെ വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യ സഭകളും അതിന് ചേർന്ന കുറേ സഭാവിഭാഗങ്ങളും അതിന് ചേർന്ന കുറേ ബോധമില്ലാത്ത കുറേ അച്ഛന്മാരും മെത്രാന്മാരും എല്ലാം ഇതിനെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനെക്കുറിച്ചൊരു പഠനം നടക്കുന്നില്ല, ഇതിനെക്കുറിച്ചൊരു പ്രസ്താവന സഭയ്ക്കുള്ളിലില്ല. പിന്നെ എന്ത് പഠനമാണ് കത്തോലിക്ക സഭയെ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഈ ജനത്തെ എങ്ങോട്ടാണ് കത്തോലിക്ക സഭയെ നിങ്ങൾ ഈ ക്രിസ്ത്യാനികളെ നയിക്കുന്നത് ചോദിച്ചു പോയാൽ ഈ കേരളത്തെ മുഴുവൻ മെത്രാന്മാരോടും മുഴുവൻ അച്ഛന്മാരോടും തന്നെ എൻ്റെ ചോദ്യം. എങ്ങോട്ടാണ് നിങ്ങൾ നയിക്കുന്നത്? ഏത് ബോധമാണ്, ഏത് ജ്ഞാനമാണ് നിങ്ങൾക്കുള്ളത്? ചോദിക്കാൻ കഴിവുള്ളവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ, ഇതിനെപ്പറ്റി അറിവുള്ളവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ ഏതെങ്കിലും മെത്രാന്മാർ ഇതിനെ മറുപടി തരാൻ പറ്റും തരട്ടെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇതാ സമയം അടുത്തിരിക്കുന്നു. വ്യക്തമായ ഭാഷ പറയണം. 2033 യുഗാന്ത്യമാണെന്ന് അറിയത്തില്ലാത്ത ഏതെങ്കിലും മനുഷ്യ ലോകത്തുണ്ടോ? 2025 എന്ന സംഖ്യയെ നമ്മൾ കലണ്ടറിൽ അച്ചടിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ 2025 കഴിഞ്ഞ് 8 കൂട്ടിയാൽ 2033 നമുക്കറിയാം. ബുദ്ധിമുട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അതെങ്ങനെ മനസ്സിലാക്കും? AD 33 യേശു ക്രിസ്തു മരിച്ചു സ്വർഗത്തിലേക്ക് പോയി. അവിടുന്ന് 1000 കൂട്ടിയാൽ 1033 വീണ്ടും ഒരു 1000 കൂട്ടുമ്പോൾ 2033. 2033 യുഗാന്ത്യം, അതാണ് യുഗത്തിൻ്റെ അവസരം. അതുകൊണ്ട് കർത്താവ് എന്തെന്നാൽ സമയം എടുത്തിരിക്കുന്നു. ആ സമയം 8 വർഷം കൂടി ഇനി ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ആ 8 വർഷം കഴിഞ്ഞാൽ ഈ ലോകം അവസാനിക്കുകയാണ്. ആണവ യുദ്ധം അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ സംഭവിക്കുമ്പോൾ എന്നേക്കുമായിട്ട് ഈ പ്രപഞ്ചം വരെ കത്തിച്ചാമ്പലാവുമെന്ന് വിശുദ്ധ ഗ്രന്ഥവും ശാസ്ത്ര സമൂഹവും പറയുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാകുന്നില്ല നമ്മുടെ തലയ്ക്കത്ത്. പിന്നെ ഏതെല്ലാം വൃത്തികേടിൻ്റെ പുറകെയാണ് എന്തോ ലോകം പോകുന്നത്. ഈ മൊബൈൽ ഉപയോഗിച്ചാലും കുടുംബം നശിക്കുന്നു, സമൂഹം നശിക്കുന്നു, രാഷ്ട്രം നശിപ്പിക്കുന്നു, കൊലപാതകവും വ്യഭിചാരവും അന്ന് വേണ്ട സകലവിധ തിന്മയുടെയും ആഭാസത്തിലും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വെളിപാട് 18:3 എന്താ പറഞ്ഞത്? വെളിപാട് 18:3 കർത്താവിനെ മറുപടി എഴുതി വെച്ചിട്ടുണ്ട്. അശുദ്ധവും ഭീവിത്സവുമായ സകല പക്ഷികളെയും താവളമായി. വെളിപാട് 18:3 കർത്താവ് ഇങ്ങനെ പറയാണ്, അവൾ പിശാചികളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധ ആത്മാക്കളുടെയും സംഗീതവും അശുദ്ധവും ഭീവിത്സവുമായ സകല പക്ഷികളുടെയും താവളമായി. എന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാതകമായി വീഞ്ഞു പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ തരികളായി. വ്യാപാരികൾക്ക് നമ്മൾ പണം കൊടുത്തു. നമ്മൾ കൊടുത്ത പണം ഈ മൊബൈൽ മേടിക്കാൻ, ടെലിവിഷൻ മേടിക്കാൻ, ലാപ്ടോപ്പ് മേടിക്കാൻ, ചുരിദാർ മേടിക്കാൻ, ഇന്നത്തെ ആധുനിക ഉപകരണങ്ങൾ മേടിക്കാൻ, എല്ലാ സാധനങ്ങളും മേടിക്കാൻ കൊടുത്ത വ്യാപാരികൾ ധനികരായി. നമ്മളോ ദരിദ്രരായി മാറാൻ പോകുന്നേ ഉള്ളൂ. വിദേശ പണങ്ങൾ നിന്നുപോകും, വിദേശ ജോലികൾ നിന്നുപോകും. ഇതാ വാർത്ത കേൾക്കുമ്പോൾ പറയുന്നു, ഗ്രീൻ കാർഡുള്ള മലയാളികളടക്കം അമേരിക്കയിൽ കയറ്റിവിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ തിരിച്ചടികൾ വരുന്നത് വളരെ വലിയ രീതിയിൽ വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങളെ രക്ഷിക്കാൻ, കത്തോലിക്ക സഭയെ രക്ഷിക്കാൻ ഇനിയൊരു വചന പ്രഘോഷണം ഈ കേരളത്തിലില്ല. കത്തോലിക്ക സഭയെ രക്ഷിക്കാൻ പുതിയൊരു സുവിശേഷം ഇനി പറയാനില്ല. കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികൾക്കും വീണ്ടെടുപ്പില്ല. കർത്താവ് അവരെ മുദ്ര ചെയ്യാണ്. നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു, നിങ്ങൾ കാണാൻ പറ്റുന്നതൊക്കെ കണ്ടു, ആസ്വദിക്കാൻ പറ്റുന്നതൊക്കെ ആസ്വദിച്ചു. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ ഇരുന്നു കൊള്ളട്ടെ. അവൻ്റെ ആത്മാവിനെ വിട്ടുവയ്ക്കുവാൻ, അവൻ്റെ മനസ്സിനെ അശുദ്ധി നിന്ന് മോചിപ്പിക്കുവാൻ, അവൻ്റെ ശരീരത്തെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കുവാൻ, അവൻ്റെ ആത്മാവിനും മനസ്സിനും വേണ്ടി കൊടുക്കുന്ന നിത്യജീവൻ്റെ അപ്പം നിത്യജീവൻ്റെ അപ്പമല്ല, അത് യൂദാസിന് കൊടുത്ത ആ അപ്പം പോലെ നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നാം യൂദാസായി മാറുന്ന അവസ്ഥ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിത്യജീവൻ്റെ അപ്പമായ കത്തോലിക്ക സഭ അല്ലെങ്കിൽ നമ്മുടെ കുർബാന നമ്മൾ ലഭിക്കുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? യൂദാസിൻ്റെ ആദരത്തിൽ കൊടുത്ത ആ സംഭവത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം പോയി തൂങ്ങിച്ചെത്തു. എന്നതുപോലെ കേരളത്തിൽ സംഭവിക്കുന്ന കത്തോലിക്ക സഭയിലെ കുടുംബങ്ങളിൽ, ഇടവകയിൽ, രൂപതയിൽ, സഭയിൽ സംഭവിക്കുന്നത് ഇത് കൂട്ട് തൂങ്ങിച്ചാകലുകളാണ് പ്രിയപ്പെട്ടവരെ. ആൾ ജീവിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ അവൻ്റെ ആത്മാവും മനസ്സും തൂങ്ങിച്ചത്തു കഴിഞ്ഞു. എത്രയോ പേര്, എത്ര കുടുംബിനികൾ, എത്ര കുടുംബങ്ങൾ തൂങ്ങിച്ചത്ത പോലെ ജീവിച്ചിരിക്കുന്നു. നോക്കി കണ്ടാൽ ജീവിച്ചിരിക്കുന്നു. പക്ഷെ അവരുടെ മനസ്സും ആത്മാവും തൂങ്ങിച്ചത്ത മനസ്സും ശരീരവുമാണ്, മനസ്സും ആത്മാവുമാണ്. 1-2 വല്ല പ്രിയപ്പെട്ടവരെ അനേകം വ്യക്തികളെ നമുക്കറിയാവുന്നതുകൊണ്ടും ആ രീതിയിൽ ഇടപെട്ടിട്ടുള്ളതുകൊണ്ടും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, എത്രയോ കുടുംബങ്ങൾ സമ്പത്തുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു സ്നേഹം എന്താണെന്ന് അറിയത്തില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ, സ്നേഹവും ബഹുമാനവും ഈ ജനത്തെ എങ്ങനെ സ്നേഹിച്ച് അവരെ സംരക്ഷിക്കണം അറിയത്തില്ലാത്ത ഇടവക വൈദികർ, ഈ കേരള സഭയെ അല്ലെങ്കിൽ ആഗോള സഭയെ ഏത് വിശുദ്ധിയുടെ വചനങ്ങൾ കൊണ്ട് നയിക്കണം എന്നറിയത്തില്ലാത്ത
കുറേ മെത്രാന്മാരും അതിന് ചേർന്ന് കുറേ മാർപ്പാപ്പമാരും. തിരുവചനം അനുസരിച്ചല്ല ഇതൊന്നും പോകുന്നത്. വിശുദ്ധ ഗ്രന്ഥം ചുമ്മാ കക്ഷത്തിൽ വെക്കാനുള്ള ഒരു സാധനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്നെടുത്ത് വായിച്ചിട്ട് തള്ളി വെക്കുന്ന വസ്തുവായിട്ട് മാറിയപ്പോൾ ഇവിടെ നശിച്ചുപോയത് വിശ്വാസവും വിശുദ്ധിയുമാണെന്ന് ഓർത്തിരിക്കണം. അതിൻ്റെ തിക്തഫലങ്ങൾ ഇതാ ചൂണ്ടിവെച്ച ബോംബിൻ്റെയും ചൂണ്ടിവെച്ച കുടലിൻ്റെ മുമ്പിലാണ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, കാലം തീർന്നു എന്ന് മനസ്സിലാക്കാൻ ജ്ഞാനം ബോധമുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യൻ മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് കർത്താവ് വേദനയോടെ പറഞ്ഞ ഭാഗമാണ്, ഇനിയും പാപക്കറ പുരണ്ടവൻ അങ്ങനെ കഴിഞ്ഞുകൊള്ളട്ടെ, ഇനിയും അനീതി ചെയ്തവൻ അനി ചെയ്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞത്. ഇനി അതിന് രക്ഷിക്കാൻ ആരും വരണ്ട, അങ്ങോട്ട് പോകണ്ട, അവരങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അവർക്കുള്ള വേഗം കർത്താവർത്താണ്, ഇതാ ഞാൻ വേഗം വരുന്നു. അടുത്ത വചനം പറയാണ് 22:12 പറയുന്നത്, ഞാൻ പറയുന്നത് എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തരും സ്വന്തം പ്രവർത്തിക്കനുസരിതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനാണ്. സർവശക്തനായ പിതാവായ ദൈവം, പുത്രാദൈവം, ത്രിയേക ദൈവം, ആ ത്രിത്വക ദൈവത്തിന് സ്വർഗം അതേപടി ഇറങ്ങി വന്ന് ശിക്ഷയും രക്ഷയും നടപ്പാക്കുന്ന സമയത്തിലേക്ക് ലോകം അടുത്തു വരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും കർത്താവ് വിട്ടില്ല. അവസാന കർത്താവ് ഒരു വാക്കുകൂടെ പറഞ്ഞു വെച്ചു. എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതിങ്ങനെയാണ്. വെളിപാട് 22:14, ജീവന്റെ വൃക്ഷമുണ്ട്, അതാണ് ത്രിത്വം. അവിടുന്നാണ് എനിക്ക് ഈ ആത്മാവ് ഇങ്ങോട്ട് വന്നത്. ആ ആത്മാവാണ് എൻ്റെ ശരീരമായിട്ട് ഇന്ന് കാണുന്നത്. ആ ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് വന്നിരിക്കുകയാണ്. നായ്ക്കളും മന്ത്രവാദികളും വിചാരികളും കൊലപാതകളും വിഗ്രഹാദികളും അസത്യം സ്നേഹിക്കുന്നതും സകലം പുറത്ത്. എന്നിട്ട് കർത്താവ് അത് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും തങ്ങളുടെ അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരേ ഒരു പ്രാവശ്യം കൂടെ തങ്ങളുടെ അങ്കികൾ ഇന്ദ്രിയങ്ങൾ അവയവങ്ങൾ, ആ അവയവങ്ങൾ കഴുകി വിശുദ്ധീകരിക്കാൻ കണ്ണുനീരിൻ്റെ ഉപ്പ് കൊണ്ട് ഒന്ന് തുടയ്ക്കുവാൻ, ഈ കണ്ണുനീരിൻ്റെ ഉപ്പ് കൊണ്ട് നിൻ്റെ കവിളൊന്ന് തുടയ്ക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ആ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് പാപം ഏറ്റുപറയാൻ, തിന്മ ഏറ്റുപറയാൻ സാധിച്ചാൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ എന്താണ് സംഭവിക്കുക? അത് ധ്യാനം കൂടുകയോ കുമ്പസാരിക്കുകയോ അല്ലെ പശ്ചാത്താപം ചെയ്യുവച്ചതിന് ശേഷം പിന്നെ ഏത് എമ്പരാനെയും കാണാൻ ഓടുകയാണ് മനുഷ്യൻ. ഹല്ലേലൂയ! ഏത് ലോകത്താ നമ്മുടെ ജീവിതമെന്ന്, ഏത് ക്രിസ്തുവിലാണ് നമ്മുടെ ബോധ്യമെന്ന് എനിക്കറിയില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ നിങ്ങൾ വന്ന് ഈ എളിദാസൻ്റെ കുമ്പസാരത്തിൻ്റെ ക്ലാസ്സൊക്കെ കേൾക്ക്. എന്താണ് പാപം തിന്മയെന്ന് വേർതിരിച്ച് പഠിക്കുക. അതിന് പറ്റിയ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് കിട്ടില്ല ഈ ലോകത്തിൻ്റെ ഒരു ഭാഗത്തൊന്നും ഈ എളിദാസൻ്റെ ക്ലാസ് പോലെ. അതുകൊണ്ട് വേണമെങ്കിൽ ഓടി വരിക, അത്രേ എനിക്ക് വീണ്ടും പറയാനുള്ളൂ. ഞാൻ നിർബന്ധിക്കുകയല്ല, പക്ഷേ സമൂഹത്തിൻ്റെ അവസ്ഥ, സഭയുടെ അവസ്ഥ കണ്ട് വേദനയോടെ പറയുകയാണ്. നിങ്ങൾ വന്ന് ധ്യാനം കൂടിയില്ലല്ലോ, എനിക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ആ ധ്യാനത്തിന് വേണ്ടി അതിലൂടെ പണം നേടാനൊന്നുമല്ല. നിങ്ങളുടെ ഈ സഭയുടെ ആത്മാവ് നഷ്ടപ്പെട്ടുവെന്ന്, കുടുംബത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടുവെന്ന്, ഹൃദയത്തിൻ്റെ വേദനകൾ അത് കണ്ടു പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ കോട്ടകെട്ടി സംരക്ഷിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം എന്നെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ അഗ്നി കൊണ്ട് കഴുകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ബോധമണ്ഡലത്തിൽ വരുമ്പോൾ ഞാൻ മറ്റൊരു രൂപാന്തരപ്പെട്ട മനുഷ്യനായി മാറട്ടെ. കർത്താവായ യേശു പരിശുദ്ധാത്മാവ് എന്നിൽ അശുദ്ധിയുടെ മ്ലേച്ഛതയെ കത്തിച്ച് ചാമ്പലാക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് എൻ്റെ പുതുജീവൻ എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് എൻ്റെ കണ്ണുകൾക്ക് വെളിച്ചവും നീതിയും തരട്ടെ. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് എനിക്ക് പുതിയ വീക്ഷണവും പുതിയ ജ്ഞാനവും തരട്ടെ. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് എന്നിലെ മരണത്തെ എടുത്ത് ദൂരെ എറിയട്ടെ. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് എന്നെ നിത്യജീവനുള്ള ശരീരത്തെ ഉടമയാക്കി മാറ്റട്ടെ. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് എന്നെ 8 വർഷം കൂടി ഭൂമിയിൽ മരിക്കാതെ ജീവനുള്ളവനാക്കി മാറ്റട്ടെ. കർത്താവായ യേശു പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് തൻ്റെ ദൂതന്മാരുടെ എഴുന്നള്ളി വരുമ്പോൾ ആ മേഘത്തിൽ കയറി പോകുവാൻ തക്കവിധമുള്ള ജ്ഞാനവും വിശുദ്ധിയുള്ള മനുഷ്യരാക്കി രൂപാന്തരപ്പെട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ നാം അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് ആരാണെന്ന് പോലും നമുക്കറിയത്തില്ല. പരിശുദ്ധമാൻ്റെ രൂപവും അതിൻ്റെ കളറും നിറവും അതിൻ്റെ ശക്തിയും ഉയരവും അതിൻ്റെ സ്വഭാവം എന്താണ് നമുക്കറിയില്ല. കാരണം പരിശുദ്ധാത്മാവിനെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയത്തില്ല. ഇനി അതുകൊണ്ട് എന്താ പറയുക? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ആരാണെന്ന് തെളിയിക്കാൻ സാധിക്കുന്ന ക്ലാസ്സുകളും ധ്യാനങ്ങളും ഈ എളിദാസിലൂടെ നിങ്ങൾക്ക് കിട്ടും. താല്പര്യമുള്ളവർ വരിക, ആത്മാവ് നിറയുക,
മരണത്തിൽ നിന്ന് വിട്ടുമാറി ജീവനിലേക്ക് പ്രവേശിക്കുക. കർത്താവായ യേശു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.